ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കുട്ടികളുടെ സ്നാക്സ് ബോക്സിലും കൊടുത്തുവിടാൻ വേണ്ടി പറ്റിയ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ പുറമേ നല്ല മുരിഞ്ഞിരിക്കുന്ന ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെള്ളക്കടലയാണ്. ഞാനിവിടെ അരക്കപ്പളവ് വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പലഹാരം വെള്ളക്കടല ഉപയോഗിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രൗൺ കടല ഉപയോഗിച്ചോ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതൊന്ന് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം. 8 മുതൽ 12 മണിക്കൂർ നേരത്തേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഓവർനൈറ്റോ നിങ്ങൾക്ക് കുതിർത്തെടുക്കാം. വൈകുന്നേരത്തേക്കാണ് ആക്കുന്നതെങ്കിൽ രാവിലെ തന്നെ ഒന്ന് കുതിർത്തെടുത്താൽ മതി. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ 12 മണിക്കൂർ നേരത്തേക്കാണ് കുതിർത്ത് വെച്ചിരുന്നത്. അതിനുശേഷം വെള്ളമൊക്കെ മാറ്റിയിട്ട് ഞാനിവിടെ മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരല്പം തരിതരിപ്പായിട്ട് നമുക്കിതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നമ്മൾ സാധാരണ പരിപ്പുവട ഉണ്ടാക്കുമ്പോൾ പരിപ്പൊരു തരിതരിപ്പായിട്ടല്ല അരച്ചെടുക്കാറ്. ആ ഒരു രീതിക്ക് തന്നെയാണ് ഇതും അരച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു മീഡിയം സൈസ് ഉള്ളിയാണ്. അത് അത്യാവശ്യം നല്ല കനം കുറച്ച് തന്നെ ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നല്ല കനം കുറച്ച് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 1 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തോളൂ, നല്ലൊരു രുചിയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്കിതിലേക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇട്ടിട്ടില്ല, കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടെ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഗരം മസാല ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ പൊടി കൂടി വരുമ്പോൾ നല്ലൊരു രുചിയാണ്. ഞാനിവിടെ 1/4 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാം കൂടെ ഇനി ഒന്ന് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ സാധാരണ പരിപ്പുവട ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്, പക്ഷേ വെള്ളക്കടല ഉപയോഗിച്ചാണെന്ന് മാത്രം. അപ്പോൾ ഞാനിവിടെ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ടുണ്ടാകുക. ഇതിന് നമ്മൾ സാധാരണ പരിപ്പുവടയൊക്കെ തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഞാനിവിടെ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം ഒരു ഉരുള കയ്യിൽ ഇതുപോലെ എടുത്തിട്ട് കയ്യിൽ വെച്ച് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അരികുകളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു രീതിക്കാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ വെള്ളക്കടലയിൽ ഒരുപാട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതാണ്. അതുപോലെ ആ ഒരു വെള്ളക്കടല വടയാക്കി വരുമ്പോഴുള്ള രുചി ഒരു പ്രത്യേക രുചിയാണ്. പരിപ്പുവടയേക്കാൾ രുചിയായിട്ട് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു ഭാഗം നല്ലപോലെ മൊരിഞ്ഞ് വന്നതിന് ശേഷം ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ എണ്ണയിൽ നിന്നും കോരിയെടുക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മളുടെ വെള്ളക്കടല ഉപയോഗിച്ചുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടല നേരത്തെ കുതിർത്തെടുക്കണം എന്നുള്ള ഒരു പണി മാത്രമേ ഇതിലുള്ളൂ. ബാക്കിയുള്ളതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വൈകുന്നേരം ചായയുടെ കൂടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റിയ ഒരു നല്ലൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ പുറമെ നല്ല മുരിഞ്ഞിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. ചൂടോട് കൂടിയിട്ടാണ് സെർവ് ചെയ്യുക. ഇതുപോലെ ഒരു സോസൊക്കെ ഉണ്ടെങ്കിൽ രുചി ഒന്നും കൂടെ കൂടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.